ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. തുടർന്ന് നമുക്ക് രണ്ടാമത്തെ അധ്യായം പഠിക്കാം. ഒന്നാമത്തെ അധ്യായം അതിൻ്റെ സാരാംശവും നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 1 മുതൽ 10 വരെ അർജുനൻ്റെ വിഷാദത്തെപ്പറ്റിയും അർജുനൻ്റെ ശരണാഗതിയും ആണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. സഞ്ജയൻ ആണ് തുടങ്ങുന്നത്. സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നു, തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം വിഷീദന്തമിദം വാക്യം ഉവാച മധുസൂദനഃ. പദച്ഛേദം നോക്കാം നമുക്ക്. സഞ്ജയഃ ഉവാച തം തഥാ കൃപയാ ആവിഷ്ടം അശ്രുപൂർണ ആകുല ഈക്ഷണം വിഷീദന്തം ഇദം വാക്യം ഉവാച മധുസൂദന. അന്വയാർത്ഥം നമുക്ക് നോക്കാം. സഞ്ജയൻ പറഞ്ഞു, കരുണയാൽ നിറഞ്ഞ് കണ്ണുകൾ നിറഞ്ഞും കലങ്ങിയുമായ കണ്ണുകളോടുകൂടെ വിഷാദത്തിൽ മുങ്ങിയിരിക്കുന്ന ആ അർജുനനോട് മധുസൂദനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു. സാമാന്യ അർത്ഥം: അർജുനൻ യുദ്ധഭൂമിയിൽ വലിയ ദുഃഖത്തിലും കരുണയിലും മുങ്ങി നിന്നു. ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും സുഹൃത്തുക്കളെയും യുദ്ധത്തിൽ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തളരുന്നു. കണ്ണുനീർ നിറഞ്ഞു. അങ്ങനെ വിഷാദത്തിലായ അർജുനനെ കണ്ട ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശം ആരംഭിക്കുന്നു. ഇവിടെ നിന്നാണ് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ ഉപദേശം തുടങ്ങുക. അല്പം കൂടെ ചിന്തിച്ചാൽ നമുക്കറിയാം, ഈ ശ്ലോകത്തിൽ അർജുനന്റെ അവസ്ഥയെ വെറും ദുഃഖമായി മാത്രം അല്ല കാണുക. വേദാന്തത്തിൽ ഇത് മോഹത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആരംഭമാണ്. അഥവാ അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആരംഭമാണ്. അർജുനന് കരുണയുണ്ട്, അത് മനസ്സിലായി നമുക്ക്. യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, ബന്ധുക്കളെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ കരുണ വിവേകത്തോടുകൂടിയ ഒരു കരുണയാണോ, അതോ മോഹം കലർന്ന കൃപയാണോ? ബന്ധുക്കൾ, ഗുരുക്കന്മാർ, സുഹൃത്തുക്കൾ എന്ന ശരീരബന്ധം കണ്ടപ്പോൾ അർജുനൻ ആത്മതത്വം മറന്നുപോയോ? അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നതാണോ എന്ന് നമുക്ക് കാണേണ്ടതായിട്ടിരിക്കുന്നു. കൃപയാ ആവിഷ്ടം എന്ന് പറഞ്ഞാൽ കരുണയാൽ പിടിക്കപ്പെട്ടവൻ എന്നർത്ഥം. ഇവിടെ കരുണ സാധാരണഗതിയിൽ നല്ല ഗുണമാണെങ്കിലും അജ്ഞാനത്തിൽ കൂടെ ധർമ്മവും അധർമ്മവും അറിയാതെ ഉണ്ടാകുന്ന കരുണ, അത് ഏത് രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും എന്ന് കാണേണ്ടതായിട്ടിരിക്കുന്നു. വിഷീദന്തം വിഷയാദത്താൽ മുങ്ങിയവൻ എന്നർത്ഥം. വിഷാദം സാധാരണ ദുഃഖമായി തീരുന്നില്ല. ഭഗവാന്റെ സന്നിധിയിൽ അത് വിഷാദയോഗമായി മാറുന്നു. കാരണം ഈ ദുഃഖം അർജുനനെ ശരണാഗതിയിലേക്ക്, ആത്മജ്ഞാനത്തിലേക്കും എത്തിക്കുന്നു. മധുസൂദന എന്ന പദം നമുക്ക് കാണാം. അവിടെ മധു എന്ന അസുരനെ നശിപ്പിച്ചവൻ. വേദാന്താർത്ഥത്തിൽ ഭഗവാൻ ഇവിടെ അജ്ഞാനരൂപനായ അസുരനെ നശിപ്പിക്കുന്ന ഗുരുവാണ് എന്ന സൂചന സഞ്ജയൻ കൊടുക്കുന്നു. അർജുനന്റെ കണ്ണുനീർ
ശരീരബന്ധത്തിൽ നിന്നുള്ള ദുഃഖമാണ്. ഞാൻ ശരീരമാണ്, ഇവർ എൻ്റെ ബന്ധുക്കളാണ്, ഇവരെ കൊല്ലുന്നത് പാപമാണ് എന്ന ചിന്തയിൽ നിന്നാണ് അദ്ദേഹത്തിന് വിഷാദം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം, ഭഗവാൻ ഉപദേശിക്കുന്നു, ആരും ഇവിടെ മരിക്കുന്നില്ല, ശരീരത്തിന് മാത്രം നാശമുണ്ടാകുന്നു, ആത്മാവ് മരിക്കുന്നതല്ല. ഈ സത്യത്തെ അർജുനൻ വിട്ടുപോയി എന്ന് നമുക്ക് കാണാം. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. ഭഗവാന്റെ മറുപടി: കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. കുതസ്ത്വാ കശ്മലമിദം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരമർജുന. പദച്ഛേദം എങ്ങനെ രീതി മനസ്സിലാക്കാം. കുതഃ ത്വാ കശ്മലം ഇദം വിഷമേ സമുപസ്ഥിതം അനാര്യ ജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം അർജുന. ഭഗവാൻ ഉവാച: അർജുന, വിഷമേഹിതം കശ്മലം കുതഃ ത്വാ സമുപസ്ഥിതം ഇദം അനാര്യജുഷ്ടം അസ്വർഗ്യം അകീർത്തികരം ച. സാമാന്യമായ മലയാളത്തിലെ അർത്ഥം ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു: അല്ലയോ അർജുന, നീ ഈ സമയത്ത്, കഠിന സമയത്ത്, ഈ മോഹവും ദൗർബല്യവും ഒക്കെ എവിടുന്നാണ് നിനക്ക് കിട്ടിയത്? ഇത് ആര്യന്മാർക്ക് യോജിച്ചതല്ല, മഹാത്മാക്കൾക്ക് യോജിച്ചതല്ല എന്നർത്ഥം. ശ്രേഷ്ഠന്മാരെയാണ് ആര്യന്മാരെന്ന സംഭവം ഉള്ള പദത്തിൽ കൂടെ ലക്ഷ്യാർത്ഥം. ഇന്ന് എനിക്ക് ഉയർച്ച നൽകുന്നതല്ല, അപകീർത്തി ഉണ്ടാക്കുന്നതാണ്. അല്പം വേദാന്ത രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഭഗവാൻ അർജുനനെ കരുണയോടെ പക്ഷേ ശക്തമായ വാക്കുകളിലൂടെ ഉണർത്തുകയാണ്. യുദ്ധഭൂമിയിൽ ധർമ്മം നിർവഹിക്കേണ്ട സമയത്ത് ദൗർബല്യത്തിൽ വീണുപോയി നീ. ഇത്തരത്തിലുള്ള മോഹം നിനക്ക് എങ്ങനെ ഉണ്ടായി? ഭഗവാൻ അർജുനന്റെ ശോകത്തെ, ദുഃഖത്തെ അവഗണിച്ചില്ല. പക്ഷേ ദുഃഖം ധർമ്മബോധത്തെ മൂടുമ്പോൾ ഗുരു ശിഷ്യനെ ഉണർത്തേണ്ടതായിട്ടുണ്ട്. കശ്മലം എന്നത് വെറും ദുഃഖമല്ല, മനസ്സിനെ മൂടുന്ന മോഹം, വിവേകം, ദേഹാത്മബുദ്ധി എന്നിവയാണ് അർജുനൻ ശരീരബന്ധത്തെ മാത്രം ഇവിടെ കണ്ടു. ആത്മതത്വം, സ്വധർമ്മവും മറന്നുപോയി. വിഷമേ സമുപസ്ഥിതം എന്ന് പറയുന്നു. പ്രതിസന്ധി ഘട്ടത്തിൽ ജീവിതത്തിൽ വിഷയങ്ങളിൽ തന്നെയാണ് നമ്മുടെ വിവേകം പരീക്ഷിക്കപ്പെടുന്നത്. ശാന്തമായ സമയത്ത് ധർമ്മം പറയാനായിട്ടും ധർമ്മവും അധർമ്മവും കാണാൻ നമുക്ക് എളുപ്പമാണ്. എന്നാൽ ഒരു പ്രത്യേക സന്ദർഭത്തിൽ തനിക്ക് ദുഃഖമുണ്ടാകുമ്പോൾ, തനിക്ക് കോപമുണ്ടാകുമ്പോൾ, തൻ്റെ മനസ്സ് സമനില അല്ലാത്ത സമയത്ത്, അപ്പോൾ നമ്മൾ ധർമ്മം അധർമ്മം ഒരുപക്ഷെ വിട്ടുപോകും. അനാര്യജുഷ്ടം, ആര്യൻ എന്നത് ഒരു ആത്മീയ ഉയർച്ച ഉള്ളവരെ പറ്റി സൂചിപ്പിക്കുന്നു. അർജുനന്റെ ഈ ഭാവം അത്തരമല്ല. അതുകൊണ്ട് അനാര്യം എന്ന് പറയുന്നു. ആര്യൻ എന്ന് പറഞ്ഞാൽ ആര്യൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉയർന്ന ജീവിതം നയിക്കുന്നവർ എന്നർത്ഥം. അനാര്യം ആയി ഇവിടെ, അതായത് അങ്ങനെ അല്ലാത്തവൻ എന്നർത്ഥം. സ്വർഗം പ്രാപിക്കാൻ സഹായിക്കത്തില്ല. സ്വർഗത്തെ എന്ന് പറഞ്ഞാൽ മേന്മ കിട്ടാനായിട്ട്, ഉയർന്ന ജീവിതം കിട്ടാനായിട്ട് സാധിക്കത്തില്ല. അർജുനൻ പറയും സ്വർഗത്തിൽ നരകത്തിൽ പോകുമെന്ന് പറയും. അപ്പോൾ അർജുനൻ ആഗ്രഹം സ്വർഗത്തിൽ പോകാനാണോ? ആണെങ്കിൽ ഇത് സാധിക്കില്ല എന്ന് ഭഗവാൻ സൂചിക്കുന്നു.
അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വൈവ പദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിക്തോഷ്ടപരന്തപ. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വൈവ പദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിക്തോഷ്ടപരന്തപ. പദച്ഛേദം എങ്ങനെ ചെയ്യാം? ക്ലൈബ്യം മാ സ്മ ഗമഃ പാർത്ഥ ന ഏതത്വയി ഉപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത്വാ ഉത്തിഷ്ഠ പരന്തപ. ഹേ പാർത്ഥ, ക്ലൈബ്യം മാ സ്മ ഗമഃ ഏതത്വയി ന ഉപപദ്യതേ. പരന്തപ, ഹേ പരന്തപ, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത്വാ ഉത്തിഷ്ഠ. സാമാന്യമായ അർത്ഥം, അല്ലയോ പാർത്ഥ, ധൈര്യം ത്യജിക്കാതെ നീ ഉയരുക. ഇത് നിനക്ക് യോജിച്ചതല്ല. അല്ലയോ പരന്തപ, ഈ ചെറുതായ മനസ്സിന്റെ ദൗർബല്യം ഉപേക്ഷിച്ച് നീ എഴുന്നേൽക്കുക എന്ന് ഉപദേശിക്കുന്നു. ചുരുക്കത്തിൽ ഭഗവാൻ ഒരു ശക്തമായ നിർദ്ദേശമാണ് അർജുനന് കൊടുക്കുക. ഇവിടെ ധൈര്യക്കുറവ് പാടില്ല. നീ ഒരു മഹാവീരനാണ്. മനസ്സിന്റെ ഈ ദൗർബല്യമൊക്കെ വിട്ട് നീ എഴുന്നേൽക്കുക. ഇങ്ങനെ ഒരു ശാസന ആണ് അർജുനൻ ഭഗവാൻ കൊടുക്കുക. ഇവിടെ പറയുന്നു ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ. ക്ലൈബ്യം എന്നത് ശരീര ദൗർബല്യം, മനസ്സിന്റെ ദൗർബല്യം. മനസ്സിന്റെ ദൗർബല്യത്തിൽ കൂടെ ശരീര ദൗർബല്യം ഉണ്ടായി എന്നർത്ഥം. അതെപ്പോഴാണ് ഉണ്ടാകുക? ആത്മതത്വം മറന്നുപോയി. ദേഹബന്ധങ്ങൾ അദ്ദേഹത്തെ കുടുക്കി. അങ്ങനെ അദ്ദേഹം ഹൃദയ ദൗർബല്യത്തിലായി. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്ത്വ ഭഗവാൻ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ഹൃദയ ദൗർബല്യം ഉണ്ടാകുക? ഒരു സാധകൻ എപ്പോൾ അവിദ്യയിൽ കൂടെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണത്. സ്വയം അറിയാതെ പോകുന്നു ഞാൻ യഥാർത്ഥത്തിൽ ആരാണ്. ശരീര മനോഭാവങ്ങളിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? ദൗർബല്യം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ, എൻ്റെ പിതാവ്, എൻ്റെ പിതാമഹൻ, എൻ്റെ ഗുരു എല്ലാം എൻ്റെതായി യോജിപ്പിക്കുമ്പോൾ അവിടെ ദുഃഖം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് തെക്ത്വാ ഉത്തിഷ്ഠ, അതെല്ലാം കളഞ്ഞ് നീ എഴുന്നേൽക്കുക എന്ന് ഭഗവാൻ നിർദ്ദേശിക്കുന്നു. എന്താണ് അർജുനന്റെ ഭാവം ഇവിടെ? നമുക്ക് നോക്കാം. അർജുനൻ പറഞ്ഞ, ഭഗവാനെ, കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷിഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരുസൂദന. കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷിഭി പ്രതിയോത്സ്യാമി പൂജാർഹാവരുസൂദന. അർജുനഃ ഉവാച കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷിഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. ഹേ അരിസൂദന. സാമാന്യാർത്ഥം, അല്ലയോ മധുസൂദന, ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ, യുദ്ധത്തിൽ പൂജിക്കപ്പെടേണ്ട ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ അമ്പുകളാൽ എങ്ങനെ എതിർത്ത് യുദ്ധം ചെയ്യും? ഇതിൽ കൂടെ നമുക്ക് അർജുനന്റെ ഭാവം കുറെ കൂടെ വ്യക്തമായി. അർജുനന്റെ ഭാവം ഇവിടെ അർജുനൻ ധർമ്മത്തെയും അധർമ്മത്തെയും അല്ല കാണുക. അർജുനൻ കാണുന്നത് എൻ്റെ ഭാവമാണ്. ഇതിന് മമത എന്ന് പറയും. അതിൽ ആവിഷ്ടമായി പോയി അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായി. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം.
കുറെ കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നു തൻ്റെ മമത എത്ര കാഠിന്യമുള്ള ശക്തമായ മമതയാണെന്ന് ഇവിടെ പ്രത്യേകം കാണിക്കുന്നു അദ്ദേഹം. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭൗതം ഭക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. ഗുരുനഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ ഹത്വാർത്ഥകാമാംസു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിരപ്രദിഗ്ധാൻ. അർജുനൻ വളരെ ദുഃഖത്തിലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. ഗുരുൻ അഹത്വാഹി മഹാനുഭാവാൻ ശ്രേയ ഭോക്തും ഭക്ഷ്യമപീഹ ലോകേ ഹത്വാ അർത്ഥകാമാൻ തു ഗുരുനിഹ ഏവ ഭുഞ്ജീയ ഭോഗാൻ രുധിര പ്രദിഗ്ധാൻ. മഹാനുഭാവാൻ ഗുരുൻ അഹത്വ ഇഹലോകേ ഭക്ഷ്യം അഭിഭോക്തും ശ്രേയഹി അർത്ഥകാമാൻ ഗുരുൻ ഹത്വ ഇഹ ഏവ രുധിരപ്രദിഗ്ധാൻ ഭോഗാൻ ഭുഞ്ജീയ എന്ന അന്വയം. സാമാന്യാർത്ഥം, മഹാനുഭാവന്മാരായ ഗുരുക്കന്മാരെ കൊല്ലാതെ ഈ ലോകത്തിൽ ഭിക്ഷയാൽ ജീവിക്കുന്നത് പോലും ശ്രേഷ്ഠമാണ്. എന്നാൽ ധനവും ഭോഗവും ആഗ്രഹിക്കുന്നവരായ ഗുരുക്കന്മാരെ കൊന്നിട്ട് ഞാൻ ഇവിടെ തന്നെ രക്തം പുരണ്ട സുഖഭോഗങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്താണ് ഇവിടെ അർജുനന്റെ ഭാവം ഒന്നുകൂടെ നമുക്ക് വ്യക്തമായി നോക്കാം. ഭീഷ്മരും ദ്രോണരും പോലെയുള്ള മഹാത്മാക്കളെ കൊല്ലുന്നതിനേക്കാൾ ഭിക്ഷയെടുക്കുന്നതാണ് നല്ലത്. ധർമ്മസങ്കടവും ഒരുമിച്ച് കാണാം ഇവിടെ. യുദ്ധത്തിൽ ജയിച്ചാലും സ്വന്തം ഗുരുക്കന്മാരെ കൊന്ന ശേഷം അവരുടെ രക്തത്താൽ ലഭിക്കുന്ന രാജ്യം തനിക്ക് എന്ത് പ്രയോജനം ചെയ്യും? അർജുനന്റെ മോഹവും വിവേകക്കുറവും വളരെ ശക്തമായി ഇവിടെ വ്യക്തമാക്കുന്നു. അദ്ദേഹം ധർമ്മത്തെ അധർമ്മത്തെ കാണുന്നതേ ഇല്ല. ഇപ്പം ഒരു വശത്ത് അർത്ഥകാമാൻ എന്ന് പറയും, ധനവും ഭോഗവും ആഗ്രഹിക്കുന്നവർ ആണ്. അവരെ എന്ത് ചെയ്തോട്ടെ, പക്ഷെ അവരെ കൊല്ലാൻ, അവരെ വധിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് അർജുനൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ശ്ലോകങ്ങൾ കൂടെ നമുക്ക് അർജുനന്റെ ആ വിഷാദം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി, വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. തുടർന്ന് ന ചൈതദ്വിത്മകതരന്നോ ഗിരിയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ സ്തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. അർജുനന്റെ സ്റ്റാറ്റസ്, അർജുനന്റെ ഭാവം എന്താണെന്ന് അർജുനൻ പൂർണ്ണമായി ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ്. ന ചൈതദ്വിത്മകതരന്നോ ഗിരിയോ യദ്വാ ജയേമ യദിവാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവ സ്ഥിതാ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ന ച ഏതദ്വിദ്മഃ കതരത് ന ഗിരിയഃ യദ്വാ ജയേമ യദിവാ ന ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. സാമാന്യമായ അന്വയാർത്ഥം, ഇതും ഞങ്ങൾക്ക് ഏതാണ് എനിക്ക് കൂടുതൽ നല്ലത് എന്നറിയാൻ സാധിക്കുന്നില്ല. ഞങ്ങൾ അവരെ ജയിക്കുവോ അവർ ഞങ്ങളെ ജയിക്കുവോ? ആരെ കൊന്നിട്ട്
ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലയോ? ധൃതരാഷ്ട്രഭക്തന്മാർ തന്നെയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അർജുനന്റെ വലിയൊരു പ്രശ്നം, ആരെ ഞാൻ വധിച്ചിട്ട് ഞാൻ ജീവിക്കണം? ഇവരെ വധിച്ചിട്ട് ഞാൻ എന്തിനു വേണ്ടി? ഞാൻ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചത് ഇവരുടെ മേന്മയ്ക്ക് വേണ്ടി, ഇവരുടെ സന്തോഷത്തിന് വേണ്ടി. അവരെ ഞാൻ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സുഖമാണ് എനിക്കുള്ളത്? അങ്ങനെ രാജ്യം എനിക്ക് എന്തിന്? അതുകൊണ്ട് യുദ്ധം ചെയ്യുകയാണോ ചെയ്യാതിരിക്കുകയാണോ ഏതാണ് നല്ലതെന്ന് എനിക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നാണ് അർജുനന്റെ ഭാവം. ഇപ്പോൾ അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ എന്ത് ഇനി ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ഒരു ഭാവത്തിലെത്തി. ആധ്യാത്മ ജീവിതത്തിലേക്കുള്ള യാത്രയിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇനിയും അടുത്ത ശ്ലോകം. ആദ്യം ഈ യാത്ര തുടങ്ങുമ്പോൾ അറിയേണ്ടത് എനിക്ക് അറിയില്ല എന്നുള്ള ഭാവം. എനിക്കറിയാം എന്നുള്ള ഭാവത്തിൽ നമ്മൾ തുടങ്ങിയാൽ നമ്മൾ എത്തുകയില്ല. കാരണം ഇത് ആത്മജ്ഞാനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ സനാതന ധർമ്മത്തിൽ ഉള്ള എല്ലാ ഋഷി പരമ്പരയും നമുക്ക് ഉപദേശിച്ചു തരുന്നു. ആത്മജ്ഞാനം ഗുരുവിന്റെ അനുഗ്രഹത്തിൽ കൂടെ കിട്ടുന്നതാണ്. കാരണം അത് ആത്മാവുമായിട്ടുള്ള ഒരു സമ്പർക്കത്തിൽ കൂടെ, ആത്മാവിനെ ഉപദേശിക്കുന്ന ഒരു സമ്പർക്കത്തിൽ കൂടെ മാത്രമേ കിട്ടുകയുള്ളൂ പോലും. ഒരു ഇന്റലക്ച്വൽ ടീച്ചിങ് അല്ല അത്. ഇറ്റ് ഇസ് ബിയോണ്ട് ദ ഇന്റലക്ച്വൽ ടീച്ചിങ്. പക്ഷെ ആ ഭാവത്തിൽ എത്തണമെങ്കിൽ ആദ്യം നമ്മളുടെ മനസ്സ് അലിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ ഒരു എംപ്റ്റിനെസ്, എനിക്കറിയില്ല, അറിയുമെന്ന് ഭാവിച്ച് ഞാൻ നടന്നെങ്കിലും ജീവിച്ചുവെങ്കിലും ഇപ്പോൾ മനസ്സിലായി എൻ്റെ അറിവ് വളരെ തുച്ഛമാണ്. എനിക്കറിയേണ്ടതായിരിക്കുന്നു എൻ്റെ ദുഃഖം പോകണമെങ്കിൽ. ഈ ബോധം കൂടെ ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അർജുനൻ ഇവിടെ പറയുക, കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യശ്രേഷാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യശേഷാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷ ഉപതഃ സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാഃ യശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യഃ തേയഹം ശാധി മാം ത്വാം പ്രപന്നം. ഹേ ഭഗവാനെ, ദൈന്യദോഷത്താൽ തളർന്ന് ധർമ്മത്തെക്കുറിച്ച് അധർമ്മത്തെക്കുറിച്ച് ഒരു ബുദ്ധി മങ്ങിയവനായ ഞാൻ, അറിയില്ല എനിക്ക് ഭഗവാനെ. അതാണ് ഭാവം. എന്താണ് യഥാർത്ഥത്തിൽ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം? ഞാൻ നരകത്തിൽ പോകും, അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിൽ പോകും, ഇങ്ങനെയൊക്കെയുള്ള ഭാഷയൊക്കെ അർജുനൻ പറഞ്ഞു. വലിയ അറിവ് ഉള്ള ഒരുവനായിട്ട് ഇപ്പം അദ്ദേഹത്തിന് ആകപ്പാടെ ഭഗവാൻ ചോദിച്ചു, ക്ലൈബ്യം മാസ്മകമ പാർത്ത നൈതത്വൈവത്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തിക്തോത്തിഷ്ട പരന്തവ. ഇതൊക്കെ കേട്ടപ്പോൾ അർജുനന് മനസ്സിലായി, ഇല്ലല്ല, ഞാൻ എന്തെല്ലാം ചിന്തിച്ച് കൂട്ടിയോ ഇതെല്ലാം യഥാർത്ഥത്തിൽ ശരിയോ തെറ്റോ എനിക്ക് യാതൊരു ബോധവുമില്ല, എനിക്കറിയില്ല. ആ ഭാവമാണ് അദ്ദേഹം പറയുന്നത്. കാർപ്പണ്യദോഷം, തുച്ഛമായ അറിവ്. എൻ്റെ തുച്ഛമായ അറിവുകൊണ്ട് എനിക്ക് വന്ന ദുഃഖമാണിത്
അതുകൊണ്ട് എനിക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നില്ല എന്താണ് സത്യം, എന്താണ് അസത്യം, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്താത്തത്. ഇതേപ്പറ്റി എനിക്ക് അറിവില്ല. അതുകൊണ്ട് കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവം, എൻ്റെ കാർപ്പണ്യദോഷമായ സ്വഭാവം കൊണ്ട്, കാർപ്പണ്യദോഷമായ സ്വഭാവം കൊണ്ട്, അതായത് ദൈന്യമായ, തുച്ഛമായ എന്ന് സാമാന്യ രീതിയിൽ നമുക്ക് അർത്ഥമെടുക്കാം. തുച്ഛമായ ഈ സ്വഭാവം കൊണ്ട്, ഈ ഭാവം കൊണ്ട്, ഈ ചിന്ത കൊണ്ട് എന്ത് സംഭവിക്കുന്നു? കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു അങ്ങയോട്, പൃച്ഛാമി ത്വാം, അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ധർമ്മ സമ്മൂഢചേതാഹ അഹം, ഞാൻ ധർമ്മസമ്മൂഢചേതനാണ്. ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് എനിക്കറിയാൻ സാധിക്കുന്നില്ല ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് യത് ശ്രേയ, ഏതാണ് ശ്രേയസ്, നിശ്ചിതം അങ്ങ് നിശ്ചയിച്ച്, ബ്രൂഹി തന്മേ, ബ്രൂഹി എന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങയുടെ ശിഷ്യ സ്ഥേയഹം, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. പ്രപന്നഭാവത്തിൽ, ശരണാഗതി ഭാവത്തിൽ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, എനിക്ക് എന്താണ് ശ്രേയസ്, അത് പറഞ്ഞു തരിക. അതുകൊണ്ട് ഈ ഭാവത്തിൽ, ഭാവം അർജുനുണ്ടായത് കൊണ്ട് മാത്രമാണ് മുമ്പ് പറയുന്നു, ഇനിയും ഭഗവാൻ ഉപദേശിക്കുന്ന ഉപദേശങ്ങൾ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ സാധിക്കുക. ഈ ഒരു ഭാവം ഉണ്ടാകുന്നത് വരെ ഭഗവാൻ നോക്കിയിരുന്നുവെന്ന് നമുക്കറിയാം. കാരണം ഭഗവാന് ധാരാളം സന്ദർഭം ഉണ്ടായിരുന്നു അർജുനനെ ഭഗവത്ഗീതയുള്ള സന്ദേശം ഉപദേശിച്ചു കൊടുക്കാനായിട്ട്. ഭഗവാൻ കാത്തിരുന്നു. അർജുനന്റെ ഈ കാർപ്പണ്യഭാവം, ഈ ശിഷ്യത്വം, ആ ഭാവം, ശരണാഗതി ഭാവം എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നോക്കിയിരുന്നു. അതിന് നല്ല സന്ദർഭം ഇപ്പോൾ ഭഗവാൻ മനസ്സിലാക്കി. ഇപ്പോൾ ഉപദേശിച്ചാൽ അർജുനന് മനസ്സിലാകും. അടുത്ത ശ്ലോകം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യശോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃത്തം രാജ്യം സുരാണാം അഭിചാധിപത്യം. നഹി പ്രപശ്യാമി മമാപനുദ്യാത് യശോകമുച്ചോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമാവസപത്നമൃത്തം രാജ്യം സുരാണാം അഭിചാധിപത്യം. നഹി പ്രപശ്യാമി മമ അപനുദ്യാത് യശോകം ഉച്ചോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നവൃത്തം രാജ്യം സുരാണാം അഭിച ആധിപത്യം. സാമാന്യാർത്ഥം, എന്റെ ഇന്ദ്രിയങ്ങളെ വറ്റിച്ചു കളയുന്ന ഈ ദുഃഖം നീക്കിക്കളയാൻ ഞാൻ ഒരു മാർഗവും കാണുന്നില്ല ഭഗവാനെ. ഭൂമിയിൽ എവിടെയെങ്കിലും എതിരാളികളില്ലാത്ത ഒരു രാജ്യം എനിക്ക് ലഭിച്ചാൽ പോലും, അതല്ല ദേവന്മാരുടെ ആധിപത്യം കിട്ടിയാൽ പോലും ഈ ദുഃഖം എനിക്ക് മാറുകയില്ല. എൻ്റെ ബന്ധുക്കളെ കൊന്നിട്ട് ഇതെല്ലാം എന്താണ്, എന്ത് തുച്ഛമാണ് എനിക്ക്, ഇതൊരിക്കലും എനിക്ക് പോകാൻ പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തന്നെ ഒരു തീരുമാനം അദ്ദേഹത്തിന്. ഇങ്ങനെ അദ്ദേഹം സഞ്ജയൻ തന്നെ പറയുകയാണ്, ഏവമുക്ത്വാ ഋഷികേശം, ഇങ്ങനെ ഋഷികേശനായ ഭഗവാനോട്, ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ നയോശ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണേ ബഭൂവ. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഋഷികേശം ഗുഡാകേശ പരന്തപ നയോശ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണേ ബഭൂവ. സഞ്ജയൻ പറഞ്ഞു, ഹേ പരന്തപ, ധൃതരാഷ്ട്രരെ സംബോധന ചെയ്യുന്നു. ഗുഡാകേശനായ അർജുനൻ ഋഷികേശനായ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞിട്ട്
ഞാൻ യുദ്ധം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് മൗനമായിരുന്നു. അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഭാഗം നമുക്ക് പിന്നീട് പഠിക്കാം. തമവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തം ഉവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദം ഇദം വചഃ. അല്ലയോ ഭാരതവംശജനെ, രണ്ടു സേനകളുടെയും നടുവിൽ വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന അർജുനോട് ഋഷികേശനായ ശ്രീകൃഷ്ണൻ മന്ദഹാസത്തോടെ ഈ വാക്ക് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സഞ്ജയൻ പറയുന്നതാണ്. ഭാരതവംശജനെ എന്ന് ധൃതരാഷ്ട്രയെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു. നമുക്കിത് അല്പം ചിന്തിച്ച് പഠിക്കേണ്ട ഒരു ഒന്നാണ്. അർജുനന്റെ ഈ ഭാവം എങ്ങനെ, എന്താണ് ഇവിടെ പറയുക? ശോകത്താലും മോഹത്താലും തളർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഭഗവാനെ ശരണം പ്രാപിച്ചു. ഋഷികേശനായ ഭഗവാൻ രണ്ട് സൈന്യങ്ങളെയും നടുവിൽ വിഷാദിച്ചുകൊണ്ടിരുന്ന അർജുനയുടെ ഉപദേശം ആരംഭിച്ചു. പ്രഹസന്നിവ, അതായത് അല്പം പരിഹാസത്തോടെ ചിരിച്ചു എന്നർത്ഥം. അതെന്താണ് ഇത്രയും ദുഃഖം? അമ്പും വെല്ലും എടുത്ത് കയ്യിൽ പൊക്കാൻ സാധിക്കാത്ത അർജുനൻ ഇതുപോലെ ദുഃഖിച്ചിരിക്കുന്ന അർജുനനെ നോക്കി അല്പം പരിഹാസ രൂപേണ ചിരിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിനർത്ഥം? അത് പരിഹാസമായിരുന്നില്ല, ഭഗവാന്റെ കരുണയായിരുന്നു. കാരണം അജ്ഞാനമാണ് ഇതിന് കാരണമെന്ന് ഭഗവാന് മനസ്സിലായി. എന്തിനെപ്പറ്റി അർജുനൻ ദുഃഖിക്കുന്നു? നശ്വരമായ ഒന്നിനെപ്പറ്റി. അനശ്വരമായ ആത്മാവ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാതെ പോയി. ഋഷികേശൻ എന്ന് സഞ്ജയൻ പറയുമ്പോൾ ആരാണ് ഋഷികേശൻ? ഇന്ദ്രിയങ്ങളുടെ അധിപൻ എന്നർത്ഥമാണ്. അർജുനൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തിക്കാതെ വരുന്നു. അതിന്റെ അധിപൻ ആരാണ്? ഭഗവാൻ. അതുകൊണ്ട് ആ പദം ഉപദേശിച്ചതായിരിക്കണം അദ്ദേഹം. സേനയോരുഭയോർ മധ്യേ, ഇതിന് ആന്തരികമായ ഒരർത്ഥം കാണാം നമുക്ക്. മനുഷ്യന്റെ മനസ്സിൽ ഉഭയോഹോ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാവം. എന്താണ് ധർമ്മവും അധർമ്മവും, വിവേകവും അതോടൊപ്പം മോഹവും അഥവാ ജ്ഞാനവും അജ്ഞാനവും, ഇവ തമ്മിൽ നിരന്തരം സംഘർഷിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മനുഷ്യരുടെയും. ധർമ്മം എന്താണ്? ധർമ്മം ചെയ്യണോ അധർമ്മം ചെയ്യണോ? ചിലപ്പോൾ വിവേകം മുമ്പോട്ട് വരും, ചിലപ്പോൾ മോഹം വരുമ്പോൾ വിവേകം നശിച്ചു പോകും. ആത്മജ്ഞാനം അറിയാം എന്താണെന്ന്, എന്നാൽ അജ്ഞാനം ചിലപ്പോൾ ആവരണം ചെയ്യും. അതിൻ്റെ നടുവിൽ ഭഗവാൻ നിന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്നു എന്നർത്ഥം. അർജുനന്റെ ശോകത്തിനും മോഹത്തിനും പരിഹാരം വെളിയിലുള്ള ഒന്നല്ല, ആന്തരികമാണ്. മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നം പുറമേയുള്ള സാഹചര്യങ്ങളല്ല, മറിച്ച് ഞാൻ ശരീരമാണ് എന്നുള്ള ഭാവം, അഥവാ ഞാൻ സ്ഥൂല ശരീരമോ സൂക്ഷ്മ ശരീരമോ ആണ് എന്നുള്ള ഭാവം. ആ ഭാവത്തിൽ കൂടെ എന്ത് സംഭവിക്കുന്നു? ശോകവും മോഹവും ഉണ്ടാകുന്നു, കാമക്രോധ ലോഭ മോഹാദികൾ ഉണ്ടാകുന്നു.
എന്നാൽ ഏത് സമയത്ത് സ്വരൂപജ്ഞാനം ഉണ്ടാകുന്നോ എല്ലാ ശോകവും മോഹവും എല്ലാ ദുഃഖവും ദുഃഖത്രയങ്ങൾ നമ്മളെ വിട്ടുപോകുന്നു. ആ ദുഃഖത്രയങ്ങൾ ഇല്ലാതെയാക്കാൻ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ശരീര ദുഃഖങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ, എങ്ങനെയാണ് ഇതുണ്ടാകുക, ഇതിനെ നശിപ്പിക്കാൻ എന്താണ്, ഈ ദുഃഖത്രയത്തിനെ നശിപ്പിക്കാൻ എന്താണ് മാർഗം? ഭാഗവത്തിലെ ഒരു ശ്ലോകം ഓർക്കുകയാണ്. ഭാഗവതം തുടങ്ങുമ്പോൾ ചൊല്ലുന്നൊരു ശ്ലോകം ഭാഗവതത്തിൽ തന്നെയുള്ള ഒരു ശ്ലോകം തന്നെയാണ്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. സംസാര സാഗരേ മഗ്നം, സംസാരത്തിൽ ഞാൻ, സംസാരം ആകുന്ന സാഗരത്തിൽ ഞാൻ, ജന്മമരണങ്ങളാകുന്ന സാഗരത്തിൽ ഞാൻ എന്നർത്ഥം. ജന്മമരണങ്ങളാകുന്ന സാഗരത്തിൽ ഞാൻ മഗ്നമാണ്, മുങ്ങിക്കിടക്കുന്നു. അങ്ങനെ ഒരു ദീനനാണ് ഞാൻ ഭഗവാനെ. സംസാര സാഗരേ മഗ്നം ദീനം മാം ഹേ കരുണാനിധേ. എങ്ങനെയാണ് ഞാൻ മുങ്ങിക്കിടക്കുന്നത്? എന്താണ് മുങ്ങിക്കിടക്കാൻ കാര്യം? കർമ്മഗ്രാഹ ഗൃഹീതാംഗം, കർമ്മബന്ധങ്ങൾ എന്നെ, കർമ്മമായ മുതലേ എന്നെ പിടിച്ചു താക്കുകയാണ് ഭഗവാനെ. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം. എൻ്റെ അംഗങ്ങൾ, എൻ്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ ഈ കർമ്മബന്ധം പിടിച്ച് ഈ ജനനമരണങ്ങളാകുന്ന സമുദ്രത്തിൽ മുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനനമരണങ്ങൾ എനിക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ജനിക്കുന്നു, മരിക്കുന്നു, അനുഭവിക്കുന്നു, വീണ്ടും ജനിക്കുന്നു, മരിക്കുന്നു. ഇങ്ങനെ ഞാൻ ജനനമരണങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാം ഉദ്ധര ഭവാർണവേ. എന്നെ ഉദ്ധരിപ്പിക്കുക ഈ ദുഃഖത്തിൽ നിന്ന്, ഈ കടലിൽ നിന്ന്, ഈ സമുദ്രത്തിൽ നിന്ന് എന്നെ ഭവാർണവേ, ജനന മരണങ്ങളിൽ നിന്ന് എന്നെ ഉദ്ധരിക്കുക ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇനി മുമ്പോട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് ഭഗവാൻ അർജുനന്റെ ശോകത്തിൽ നിന്നും മോഹത്തിൽ നിന്നും ഉദ്ധരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓരോ ഹൃദയത്തിലും ദുഃഖം, നാളെ എന്താണ് സംഭവിക്കുക, എനിക്ക്, എൻ്റെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു, ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള ചിന്തകൾ കൂടി നമ്മൾ ആ താപത്രയ ദുഃഖത്തിൽ കൂടെ ആ ദുഃഖത്രയം നമ്മളെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ആധ്യാത്മിക, ആദിദൈവിക, ആദിഭൗതിക ദുഃഖം. ഇതിൽ നിന്നുള്ള മോക്ഷം, ഇതിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും? ഇത് ഭഗവാൻ മുമ്പോട്ട് നമുക്ക് അതിനുള്ള മാർഗം 11-ാമത്തെ അധ്യായം മുതൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ച്, വളരെയധികം ശ്രദ്ധിച്ച്, ശ്ലോകം ശ്രദ്ധിച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.